ഇപ്പൊ ഈ സിനിമ നടനാവുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവാന്നൊക്കെ പറയുമ്പോഴേ പോപ്പുലാരിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുടെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ് കിട്ടും, ഫുഡ് തൊട്ട് ഡ്രസ്സ് വരെ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതല്ലാതെ ഈ പ്രൈവസി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളുടെ പ്രണയ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അമ്മളി പറ്റിയത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചത്, ഇതൊക്കെ ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. നിങ്ങളപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും, ഇപ്പുറത്തെ ഒരാൾ വന്നിട്ട് ഇതിന്റെ തെറ്റും ശരിയൊക്കെ ചിലപ്പോൾ അതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയുന്നുണ്ടാവും. ഇത് ഉൾക്കൊള്ളാൻ ഇപ്പൊ എളുപ്പമാണോ? ആദ്യമൊക്കെ അത് ഭയങ്കര പാടായിരുന്നു. ആദ്യ സമയം നമ്മൾക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഒരു ഇതിനാ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നു തുടങ്ങിയത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്ന് വെച്ചാൽ ആ ഒരു ടൈം പീരീഡ് അത് അപ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ അതൊരു പെൺകുട്ടി നമ്മളടുത്ത് ഒരാൾ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് വെറൈറ്റി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഡിസ്നി ക്യാരക്ടറിന്റെ വെച്ചിട്ടാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞ എങ്കിൽ നമുക്ക് ചെയ്യാം, അത് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. പിന്നെ ഒരു സമയത്ത് നമുക്ക് അയ്യോ ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് അയ്യോ അന്ന് അത് ചെയ്യാണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരെ വീട്ടിൽ പറ്റുന്നില്ല, സമ്മതിക്കില്ല. ചിലപ്പോൾ അവർ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് നോക്കുമ്പോ ഒരു അങ്ങനെ ചെയ്യണ്ടല്ലോ എന്നുള്ള രീതിയാ വന്ന സംഭവം. ഈ ഇടയ്ക്കും കൂടി എന്റെ അമ്മ സെക്രട്ടറിയിലെ പോലീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഡ്യൂട്ടി അവിടെ വന്ന സമയത്ത് ഒരു ആന്റി ഇതിനൊക്കെ എന്റെയും വൈഫിന്റെയും ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പറയാ, ഇത് എന്താ ഇപ്പോഴത്തെ പിള്ളേർ എന്ത് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മയുടെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഇയാളുടെ അമ്മയാ ഞാനെന്ന്. അവര് പെട്ടെന്ന് അല്ല മാഡം ഇതെന്തല്ലേ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം അമ്മ അതിലാ ഇത് മരുമോളും മറ്റത് മോനുമാണെന്ന് പറഞ്ഞു. പിന്നെ അവര് പെട്ടെന്ന് അയ്യടാന്നായിട്ട്. അപ്പൊ ഈ അമ്മ ഈ ഇടയ്ക്ക് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ അവരെന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അമ്മയ്ക്ക് പിന്നെ ആദ്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടല്ലോ അങ്ങനെ പറയാം. ഞാൻ പറയാം എന്റെ ലൈഫാണ്, അത് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, അങ്ങ് പോകുന്നു. അത് ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് നമുക്ക് നോക്കാൻ പറ്റൂലല്ലോ. കാരണം എല്ലാവർക്കും എന്റെ അതേ ചിന്താഗതി ആക്കി എടുക്കാൻ പറ്റത്തില്ല. സോ അവരെ ഇഷ്ടത്തിന് അവര് പറയട്ടെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, പോവുക. ഇപ്പൊ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ, അതായത് ഇപ്പൊ ഒരു 20 to 35 വരെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത് ഫേസ്ബുക്കിലേക്കൊക്കെ പരിണമിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഒരു 60-65 അവരിലേക്ക് ഇപ്പൊ ഒരു വാർത്ത എത്തും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു വാർത്ത എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത വാർത്ത അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോലെ അവര് നമ്മുടെ ഭാഗത്ത് സത്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോലെ മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവുമായിരിക്കും. ഇത് എപ്പോഴെങ്കിലും നേരിടണമെന്നുണ്ടോ? അതായത് ഇതല്ല കാര്യം പറഞ്ഞിട്ടും മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ബസ് ഇട്ടാത്ത ആൾക്കാർ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അതായത് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ പബ്ലിക് ഫേസ് ആയി കഴിഞ്ഞാൽ റീൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് 4 പേര് കാണും. സ്വാഭാവികമായിട്ടും അവരുടെ പോസിറ്റീവ് ഒപ്പീനിയൻസും നെഗറ്റീവ് ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടാവും. നമ്മളത് ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര മനക്കെട്ടി ആയിരിക്കും, ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകും. ചിലവരെ അത് തളർത്തും, ചിലവർ അത് ഓവർകം ചെയ്തു തരും, ചിലവർ അവോയ്ഡ് ചെയ്തു തരും. ഞാൻ എങ്ങനെയുള്ള ആളെന്ന് വെച്ചാൽ ഞാൻ അത് കേൾക്കും, റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ റിയാക്ട് ചെയ്യും. അല്ലാത്ത കാര്യങ്ങൾ ഇതിപ്പോ എല്ലാവരുടെ ലൈഫിലും ഉള്ളത് തന്നെയാണ്. എല്ലാ ക്രിയേറ്റേഴ്സും നെഗറ്റീവ് കമന്റ് കിട്ടാത്ത ക്രിയേറ്റേഴ്സ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലർക്ക് അവരൊന്നും പോലും അറിയാതെ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ് വരുന്നവരായിരിക്കാം, അത് ഓവർകം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതൊക്കെ അവർ കണ്ടന്റ് ആക്കി മാറ്റുന്നവരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ പലപ്പോഴും ചില 2 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഉള്ളിൽ തന്നെ ടീം ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞു വന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളിയായി, പ്രശ്നങ്ങളായി, ഗുണ്ടവിളയായിട്ടായി, പത്രസമ്മേളനമായി, അങ്ങനത്തെ ലീഗിലേക്കൊക്കെ പല കാര്യങ്ങളും ഇവിടെ പോകുന്നുണ്ടല്ലോ. ഇത് കണ്ടിട്ട് ഇത് എങ്ങോട്ടാ ഇത് പോകുന്ന ചാനൽ ചർച്ചയാവുന്നു വൈകുന്നേരം. ഇതിന് ഇത് നെഗറ്റിവിറ്റിയുടെ ഒരു എക്സ്ട്രീം പോകുന്നുണ്ട്. അങ്ങനെ ആലോചിക്കാറുണ്ടോ ഈ കാര്യം? നമ്മൾ തുടങ്ങിയ സ്ഥലത്തല്ല ഇതിപ്പോ നിൽക്കുന്നത്. അത് ചിലർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ തൊട്ട് ഫ്രണ്ട്ഷിപ്പ് കാണത്തില്ല. അവർ ഈ പറഞ്ഞ നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കും ഗ്യാങ്ങിനെ വിളിച്ചു കൂട്ടി ചെയ്യും. അങ്ങനെയുള്ള ഏരിയാസ് വരുമ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞ തൊട്ട് ഈ പോര് വിളിക്കാനും തോന്നുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലപോലെ ഉണ്ടെങ്കിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ടീമായിട്ട് കഴിഞ്ഞാണ്, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഒരു ടീം കാണത്തില്ല അല്ലേ, എല്ലാ ടീംസിനിടയ്ക്ക് പ്രശ്നങ്ങൾ കാണും. പക്ഷെ അത് അവിടെ സംസാരിച്ച് തീർക്കാന്നുള്ളേ ഉള്ളൂ. കാരണം നമ്മള് അഡ്ലാസ് ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് ആണ്. ആ ഒരു ബോധ്യം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ തൊട്ട് കാര്യത്തിൽ പോത്തില്ല എന്നാണ് എന്റെ. അല്ല, കാര്യം കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴാണ് പ്രശ്നം. കാര്യം കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നതല്ല. അല്ലാതെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ എല്ലാരും വളരുക എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവിടെ ഒരുത്തൻ വളരണം, അല്ലെങ്കിൽ ഒരുത്തന്റെ എല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് അവന്റെ നെഗറ്റീവ് എല്ലാം എടുത്തിട്ട് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ റീച്ച് ആവണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പൊ എല്ലാരും ഒന്ന് ആലോചിച്ചു, എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ഒരു 24 മണിക്കൂർ ക്യാമറ വെച്ച് വിട്ടാൽ എല്ലാവരും പെർഫെക്റ്റ് ആണ്. ഞങ്ങളുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കിവിടെ ഷൂട്ടിന്റെ ഇന്റർവ്യൂ കാര്യത്തിനൊക്കെ വരണം. എന്റെ നാട്ടിൽ വീഡിയോ എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു റണ്ണിങ് ഇൻഡസ്ട്രി ആണ്. 8 പേര്
കഴിയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. അവര് വർക്ക് ഈ പറഞ്ഞ അവർക്ക് ചിലപ്പം എന്തെങ്കിലും വർക്ക് കാണും, പ്ലസ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടാണ് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് നശിപ്പിക്കണമെങ്കിൽ എളുപ്പമാണ്. പെട്ടെന്ന് കൂട്ടം നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ നശിപ്പിക്കണമെന്ന് തോന്നിയാൽ എളുപ്പമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് നമ്മളെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് നടത്തുന്നുള്ള ഒരു തോട്ട് വരുമ്പോ പിന്നെ ആരും അങ്ങനെ ചെയ്യത്തില്ല. അതെ. അപ്പൊ നമുക്ക് എല്ലാവരും പേഴ്സണൽ ലൈഫിൽ നമ്മളിപ്പോ പയ്യന്മാരുടെ ആയിരിക്കുമ്പോൾ പല കാര്യങ്ങൾ പറയാറുണ്ട്, പല കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം ഒരാൾ ഒപ്പിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ബാഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സംഭവിച്ച ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർക്ക് സക്സസ് കാണുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഒരു പതനം കാണാൻ വേണ്ടി. കാരണം ഞാൻ എക്സാമ്പിൾ പറയാം, അഖിലിന്റെ എക്സാമ്പിൾ പറയാം. അതായത് അഖിൽ എത്രയോ വീഡിയോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രയോ മെറ്റ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ഒക്കെയാണ്. പക്ഷെ അതിന് അഖിലിടുന്ന ഒരു പേഴ്സണൽ പോസ്റ്റിനേക്കാളും കൂടുതൽ റീച്ച് ഉണ്ടായിരിക്കും ഒരു 5000-10,000 പേരുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അഖിൽ ഭയങ്കര റിപ്പിറ്റേറ്റീവ് ആണ് പെർഫോമൻസ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ട് ഓർപ്പിച്ചോട്ട് കഴിഞ്ഞാൽ അഖില് പേഴ്സണൽ പ്രൊഫൈൽ ഇടുന്ന ഇതിനേക്കാളും റീച്ച് ഉണ്ടാവും അഖിലിന് കുറ്റം പറയാനുള്ള ഒരു ഫോട്ടോ ഹേറ്റേഴ്സ് ഇല്ലാത്ത പയ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രമിക്കാത്ത ആൾക്കാര് ഇപ്പൊ നമ്മുടെ പോസ്റ്റർ വെച്ചിട്ട് നസ്ലിനും ഈ പറഞ്ഞ തൊട്ട് ഹാഷിന്നൊക്കെ ശേഷം പിള്ളേർ വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ കൊല്ലുന്നതിന് തുല്യമല്ലേ. അത് കാണുന്ന പോലെ തന്നെ വെറുതെ ചൊറിയാൻ തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ പ്രോയ്ക്കാലും പിന്നെ അവന്മാര് ട്രോള് ഇനി ഇൻഡസ്ട്രി ഇവര് ഞങ്ങള് 3 പേരും. അത് വരുമ്പോ കാണുന്നവർക്ക് എന്തോ പ്രശ്നമാണ്. അത് ആണോ എന്നറിയണമല്ലോ. അങ്ങനെയൊക്കെ നെഗറ്റീവ് ഇഷ്ടം പോലെ ഇടാൻ വേണ്ടി. എന്താ അങ്ങനെ ഏറ്റവും ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റേ ഇൻസ്റ്റാഗ്രാം വേൾഡ്? ഇൻസ്റ്റാഗ്രാമില് ഇല്ല, ഇത് നെഗറ്റീവ് തന്നെയായിരിക്കും. നെഗറ്റീവ് കമന്റ്സുകൾ നമ്മൾ ഇപ്പൊ കുറവാണ്. പക്ഷെ അതല്ല, എനിക്ക് എന്നെക്കാളും വിഷമം തോന്നാറുണ്ട് വേറെ ചിലരുടെ കമന്റ് ബോക്സ്. എനിക്ക് ഇങ്ങനെ പേഴ്സണലി ജഡ്ജ് ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ്സിന് വെച്ചിട്ട് അവർക്ക് പറയാം ആക്ടിങ് ഭയങ്കര ഓവറാണ്, അതൊന്ന് കുറക്ക്, അല്ലെങ്കിൽ ആ ഡ്രസ്സ് നീ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ വരും. പക്ഷെ ഇത് ജഡ്ജ് ചെയ്യും നമ്മളെ. അതായത് ഒരു റീലാണ് കണ്ടിട്ട് ഓ അവൻ എങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്ത് അങ്ങനത്തെ കമന്റ് ഇടുന്നു. എനിക്ക് തോന്നുന്നു പഴമക്കാര് ഇടുന്നത് പിന്നെയോ, അതായത് അവരുടെ സാഹചര്യത്തിൽ വളർന്ന സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കൂല, ആ കാലത്ത് ചിലപ്പോ അങ്ങനെ ആവൂല. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും അവര് ടാർഗറ്റ് ചെയ്യാൻ ഈ മതം ഇഷ്ടം പോലെ. ഇന്നത്തെ ഈ മതം എന്നൊക്കെ പറയുന്ന ഒരാൾക്കാരുടെ പേഴ്സണൽ ഫീലിംഗ്സ് നോക്കി ഈ പറഞ്ഞ സിനിമ കാണാൻ പോകുന്ന ആൾക്കാര്, മതം നോക്കി റീല് കാണുന്ന ആൾക്കാരുണ്ട്, ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരുണ്ട്. ഞാനൊരു വീഡിയോയിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ മതം ഫോളോ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി കമന്റ് ചെയ്താണ്, ഞാൻ മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ടാണ് ഷാമ്പുനെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യുന്നു ബൈ എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ഉണ്ട്, ഈ പറഞ്ഞ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉള്ളതാണ്. ഞാൻ ഈ സിനിമയിലേക്ക് വരികയാണ്. ഇത് ആരാണ് ആക്ടർ എന്നാണ് എന്നോട് പറയേണ്ടത്. മഹാരാജ ഹോസ്റ്റലിൽ നിങ്ങൾ 4 പേര് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഏറ്റവും അരി വെറുക്കുന്ന ആക്ടറായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആരാ? എനിക്ക് പ്രശ്നം ഞാൻ കാരണം കുറെ ടേക്കുകളൊക്കെ പോയിട്ടുണ്ട് ചില സീനുകളൊക്കെ. അതെന്താന്ന് വെച്ചാ ഭയങ്കര മെമ്മറി പവറാണ്. ചെറിയ ചെറിയ വാക്കുകൾ മാത്രമേ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഇവരുടെ ഡയലോഗ് ഓർമ്മ ഉണ്ടാവും, പക്ഷെ എന്റെ ഡയലോഗ് എത്തുന്ന സമയത്ത് ഞാൻ മറന്നു. ഇവൻ സീരിയസ് ആയിട്ട് ചൂടാവുന്ന ഒരു സീനുണ്ട് അഖിലിനോട്. ഡയലോഗ് ഞാൻ പറയുന്നത് ഇവരെന്തൊക്കെയോ പറയുന്നത് ഞങ്ങള് ചിരിക്കായിരുന്നു. അത് ഏറ്റവും കൂടുതൽ അരി പറിക്കുക ഞാൻ തുടക്ക സമയത്ത് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പഠിച്ചോനെ ഞാൻ പണി പാളി, എന്നെ ഇവരെടുത്ത് ഇവർക്ക് അബദ്ധമായി തോന്നിയിട്ടുണ്ടാവോ പോയാലോന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ ഈ റീൽ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന്, എന്റെ ഇഷ്ടത്തിന് മാത്രം, ഞാൻ ഇങ്ങനെ ടീമായിട്ട് പോലല്ല റീൽ ചെയ്യുന്നത്, എന്റെ ഇഷ്ടത്തിന് മാത്രം റീൽ ചെയ്ത് ഒരു സിനിമയിൽ അവസരം വന്ന് വർക്ക്ഷോപ്പിന് വന്നപ്പോൾ ഇവര് ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ബബ്ബ അടിച്ചിരിക്കുക. അപ്പൊ ഞാനൊന്ന് പാളി. ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ വന്ന കുഴപ്പമില്ല, ഇവരെക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് അഭിനയിക്കാനൊക്കെ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലൊക്കെ വന്നിരുന്നു. പിന്നെ ഇവിടെ എത്തി ഇവരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ എന്റെ ആ കോൺഫിഡൻസ് ഫുള്ള് പോയി. ഇല്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് ഇവർക്ക് ശീലമായി. അല്ല അവന് നമുക്കല്ല അവർക്ക് ശീലമായി. ആരാ കൂടുതൽ ഏറ്റവും സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്? ഈ ഒറ്റ ടേക്കിൽ അത് പിന്നെ പെട്ടെന്ന് ഭയങ്കര പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇരട്ടി ചിലപ്പോ കയ്യിൽ നിന്ന് ഇടുന്നത് സന്ദീപ്. നല്ല അർത്ഥത്തിലാണ്. കയ്യിൽ നിന്ന് കുറെ സംഭവം ഇട്ടിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ സത്യം അല്ല സീരിയസ് ഇല്ല, നല്ല കുറെ ഡയലോഗ്സ് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടർ ആരാ? കൃത്യസമയത്ത് സെറ്റിൽ വരിക, കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും, പങ്ക്ച്വാലിറ്റിയാണ്. അല്ല നമ്മളെല്ലാരും ഒരു വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെയല്ലടാ, നമ്മള് കോളേജ് ഷൂട്ട് സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ. ഇപ്പൊ ഇവൻ വേറെ ആയിരുന്നു. അപ്പൊ ഇവന്
വരും. സുബൈക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. സെക്യൂരിറ്റി എത്തുന്നതിന് മുന്നേ കോളേജിന്റെ ഗേറ്റിന്റെ അവിടെ എത്തും. എന്നിട്ട് അഷ്കർക്ക എവിടെ എത്തി, ഞാൻ അവിടെ എത്തി. നമുക്കറിയാം അവിടെ പോയി എന്തൊരു പോസ്റ്റ് ആയിരിക്കും. എനിക്ക് ഒരു 7 മണി ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 5:55 ആകുമ്പോൾ അവിടെ എത്തിയിരിക്കണം. എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അങ്ങനെ പറ്റും. കുളിച്ച് കുറിയൊക്കെ തൊട്ടേ വരും. ഓ നല്ലവനായ ഉണ്ണി. അതെ അതെ. കുളിച്ചില്ലെങ്കിലും കുറി ഓടും. അവിടെ പോയി അലമ്പോ